അത്ര വലിയ നടനൊന്നും അല്ല. ഞാൻ മമ്മൂട്ടി ഫാനാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് മമ്മൂട്ടിക്കാണെങ്കിൽ രണ്ടുപേരുടെ ഫാനൊന്നും അല്ല. ഓ അല്ല, അതാ പറഞ്ഞത്. മമ്മൂട്ടിക്ക് ഞാൻ ആരുടെ ഫാനും അല്ല, ഒന്നും അല്ല, പടവും കാണാറില്ല. മമ്മൂട്ടി സമയം ഉണ്ടായിരുന്നു 18 പടം അടുപ്പിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലേറ്റ് തിരിച്ചു മാറിയിട്ട് ഇപ്പൊ മോഹൻലാലിനെ കുറ്റം പറയുന്ന ഒരു ടൈപ്പ് അല്ലേ? അതിന്റെ ആവശ്യം പിന്നെന്താ? എടോ നമ്മൾ ഈ പൊട്ടുന്ന പടം കാണാറില്ല, ഒന്നാമത്തെ കാര്യം. നല്ല സിനിമയാണ് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. ഞാൻ ആദ്യത്തെ ദിവസം കാണാൻ പോറില്ല. എന്നിട്ട് എന്തുകൊണ്ട് ഹിറ്റ് ആയില്ല? തിയേറ്ററിൽ ഹിറ്റ് ആയില്ല. എന്താണ് നല്ല പടമായിട്ട് എന്തുകൊണ്ട് നല്ല പടം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ആട്ടം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ കണ്ടില്ല. വിനയ് ഫോർട്ടിന്റെ എന്നിട്ട് ആ പടം ഹിറ്റ് ആയില്ല. ഇപ്പൊ കണ്ടില്ല, നേരെ അതിന് ഇടയ്ക്ക് കയറ്റി ഇട്ടു. ഇപ്പൊ അതിന്റെ പുറകെ മരയ്ക്ക ഈ പടത്തിന്റെ പേരാ വാലിബൻ മലം കൊട്ടയിൽ വാരിയ മറ്റേ പടം അങ്ങ് അവരെന്താ ഇത് പ്രൊമോട്ട് ചെയ്യാത്ത? ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നും പറയാം, എന്തുകൊണ്ട് മോഹൻലാലോ മമ്മൂട്ടി ഇങ്ങനത്തെ നാറികളൊന്നും ഈ പറഞ്ഞ പടം അത്യാവശ്യം ഓടുന്നതിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി ഇതേണ്ട സിനിമ ഇൻഡസ്ട്രിയെ നമുക്കൊന്ന് പുഷ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പടം കയറി കാണാൻ ഇവര് പറയത്തില്ലടാ. ഇവരുടെ പടമല്ല ഒന്നും പറയത്തില്ല. എന്നിട്ട് പറയാം കഷ്ടപ്പാടാണ്. ആര് കഷ്ടപ്പെട്ടു? അപ്പൊ ഇവരൊന്നും കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഈ നാടുകൾ കാണുന്നില്ലേ? അവന്റെ പടത്തിൽ മാത്രം വരുമ്പോഴേ കഷ്ടപ്പാടുള്ളൂ. അതെന്തൊരു മറ്റടുത്ത വർത്താനാണ്. എല്ലാ പടത്തിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് മനസ്സിലാവുന്നവൻ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു പടം എടുത്തോണ്ട് വരുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാം. അല്ല അവന്റെ പടം എടുത്തിട്ട് സൈഡ് ആക്കിയിട്ട് കിടന്ന് പറയുക അവിടെ ബാക്കിയുള്ളവർ ആരെ പറ്റിക്കാൻ പറഞ്ഞതാ? പക്ഷേ ലാലേട്ടന്റെ മമ്മൂക്കന്റെ സിനിമ ഇറങ്ങുമ്പോ മാത്രം 1-2 പടങ്ങളായിട്ട് ഒതുങ്ങിപ്പോവും. അധികം ഇറക്കുന്നില്ല പേടികളുണ്ട്. ആരെ പേടി? ലാലേട്ടന്റെ മമ്മൂക്കനെ പേടിയോ? എടാ ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പടം വന്നാൽ തിയേറ്ററുകളെല്ലാം പിടിക്കുമാര് ഉള്ള സകല തിയേറ്ററിലും കൊണ്ടിടും. വേറെ ആരുടെയെങ്കിലും പടം അത് മലയക്കോട്ടെ വാലിബനെങ്കിൽ ഇപ്പൊ ആ തിയേറ്ററിൽ ഓടത്തില്ല. മനസ്സിലായോ? ഇങ്ങനെ ഒട്ട് ഓടിക്കുക, ആരാണ്ടൊക്കെ വിളിച്ച് കയറി പറ്റിക്കുക, എന്നിട്ട് ഉള്ളിടത്തെല്ലാം ഓരോ നടനും നടിയും കൊണ്ടും പറയിക്കുക. സൂപ്പർ പടം കേട്ടോ. വേറെ രീതി കാണണോ? ഇങ്ങനെ വേറെ ഏതൊരു പടം ഓടുക ഇത്രയും പൊട്ടിയ പടം? എടോ അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാം. അങ്ങനെ പൊട്ടിയ പടം വേറെ ഒരു മനുഷ്യന്റെ ഓടിക്കാത്ത ഈ നാട്ടില് ഇവരിതിട്ട് ഓടിക്കുമ്പോ വേറെ ചില പടങ്ങൾ സൈഡ് ആകുന്നില്ലേ? അത്രേ ഉള്ളൂ. ആരാ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നേ? നല്ലതാണേലും അല്ലെങ്കിലും മനസ്സിലായില്ലേ? ഇതല്ലേ പിന്നെ ഇവര് ഈ തിയേറ്ററുകാര് ബാക്കിയുള്ളവരുടെ ഒക്കെ ഈ സാധാരണക്കാരൊക്കെ പടം എടുത്തോണ്ട് വരുന്നത് ഒരു മിനിമം ദിവസം ഓടിക്കാനുള്ള ഇത് കാണിക്കണം. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇവന്മാര് കാശ് കൊടുക്കൂടാ. മനസ്സിലായോ? അതുണ്ട്. മറ്റവർക്ക് അതും ഇല്ല. അപ്പൊ വലിയ പാടാ. വേണ്ട, ഇതൊന്നും വേണ്ട. ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ആട്ടം നല്ലൊരു സിനിമയായിരുന്നു. ഇവർ ഈ 2 പടം കൊണ്ട് ഇറക്കുമ്പോഴും ആട്ടം തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഈ നാറികൾ ഒരുത്തം പോലും അതിനകത്ത് ഓസ്ലർ വന്നു പോയി. മമ്മൂട്ടിയുടെ ഈ സാധനം ഓസ്ലർ മമ്മൂട്ടി ഉണ്ടല്ലേ? മമ്മൂട്ടി ഉണ്ട്. മോഹൻലാലിന് 2 പടം വന്നു, പലതും വന്നു. പക്ഷെ ഈ സമയത്ത് എല്ലാ സൈഡിൽ ഈ പടം നല്ല വൃത്തിക്ക് ഓടുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഇവന്മാരൊന്നും വന്നിട്ട് പറഞ്ഞില്ല? പോട്ടെ, മീഡിയക്കാർ എന്നിട്ട് ഇവനോട് ചോദിക്കുക, വിനയ് ഫോർട്ടിനോട്, എന്തോ നേരെ എങ്ങനെ ഉണ്ടെന്ന്. എന്തൊരു നശിച്ച ചോദ്യം അതൊക്കെ. അവര് നേരെ തിരിച്ച് മോഹൻലാലിനോട് ചോദിക്കണം ഈ ആട്ടം എങ്ങനെ ഉണ്ടെന്ന്. മനസ്സിലായി? അല്ലാതെ ഇപ്പോഴും ഇവൻ ഈ സൂപ്പർ സ്റ്റാർ ആന്ന് പറഞ്ഞിട്ട് അവനെ താങ്ങാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൊള്ളാം നല്ല പടമാന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മോഹൻലാലാ പറയണ്ടേ. അവൻ സൂപ്പർ സ്റ്റാർ ആണേ അവൻ പറയണം. മമ്മൂട്ടി ആണേലും അത് ഏതവനാണേലും ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല ഇവരൊന്നും. ഇവർക്ക് അക്കി ജീവിക്കുന്നവരെ പോസിറ്റീവ് വരുന്നുണ്ട്. നേരെ തിരിച്ചാലോചിച്ചു, ആ സിനിമയിലൊന്നും മോഹൻലാൽ ഇല്ലാന്ന് വിചാരിക്കും, മമ്മൂട്ടി ഇല്ലാന്ന് വിചാരിക്കും, ഒരു പുതുമുഖാന്ന് വിചാരിക്കും. നിങ്ങൾ ആ സിനിമനെ കാണൂല. രോമാഞ്ചം കൊള്ളത്തില്ലായിരുന്നു. നേരം തന്നെ പടത്തിൽ ലാലേട്ടനെ മമ്മൂക്കയെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത്രക്ക് നല്ല ഒരു ക്യാരക്ടറാണത്. ക്യാരക്ടർ നല്ലൊരു പ്രകല്പനം ചെയ്യാൻ പറ്റുള്ളൂ. മോഹൻലാൽ ഒട്ടും പറ്റത്തില്ല. മോഹൻലാൽ അങ്ങനത്തെ റോള് ചെയ്യാൻ അറിയാൻ പാടില്ല. പിന്നെ മോഹൻലാൽ എന്തോ അവിടെ മോഹൻലാൽ ഉണ്ടായതിനകത്ത് ശ്രദ്ധ കണ്ടുപിടി ചെയ്തിട്ടുള്ള കാര്യം പറയാം. പിന്നെ നാളെ മറ്റേ അഡ്വക്കേറ്റിന്റെ റോള് പൃഥ്വിരാജ് ചെയ്തു ജനഗണമന അത് ഓടിയതാണ്. അങ്ങനെയൊക്കെ പടങ്ങൾ ഓർഡറുണ്ട്. ഇതുപോലത്തെ കുറെ റേഞ്ച് ഇറങ്ങുന്നുണ്ട് കോടതി പശ്ചാത്തലം. സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു. മുമ്പ് അവരൊക്കെ നല്ല നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല ആട്ടാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ സിനിമ കഴിഞ്ഞ് ഇത്രയും ലെവലിലെത്തിയപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ മോഹൻലാലും അല്ല മമ്മൂട്ടിയും അല്ല, ഇവര് 3 പേരായിട്ട് ആൾക്കാർക്ക് എൻഗേജിങ് ആണെങ്കിൽ പടം ജയിക്കുക ചെയ്യും. ഓണത്തിന് നല്ല കളക്ഷൻ കിട്ടിയ പടമാണ് 100 കോടി ക്ലബ്ബ്. എവിടെ നല്ല സിനിമ കൂടെ ഓടിയിരിക്കുന്ന ചരിത്രം എന്ന് പറയും. ഇപ്പൊ ഈ പറഞ്ഞ ഇതില് മോശപ്പെടാന്നാണ് പറഞ്ഞത്.
റോമാഞ്ച് ഇഷ്ടപ്പെട്ടില്ല, ആർഡിയസ് ഇഷ്ടപ്പെട്ടില്ല, നേര് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ നല്ല ഓടിയ പടങ്ങളാണ്. ഓടിയ പടമല്ല നല്ലതാണോ നിർബന്ധമൊന്നുമില്ല, ഓടാത്ത പടമല്ല മോശമാണോ നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ യുക്തി വെച്ചിട്ട് നല്ല പടമാണെങ്കിൽ കൺഫേം ഓടണം, അത് ഓടൂല അത് പറയണം. എല്ലാം ഓടത്തില്ല, ചിലത് കൂടും. നല്ല പടം എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട് നല്ലൊരു പടമാണ്. അല്ലാണ്ട് ഇപ്പൊ അല്ല അങ്ങനെയല്ല, നല്ല സിനിമയൊക്കെ ഉണ്ടാ ഓടിയ നല്ല സിനിമ. ഈ ഇത് എന്ത് പറയാ, വേറെ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം നല്ല പടം ഓടിയല്ലോ, അത്യാവശ്യം ഓടിയ പടങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടോ ഇവിടെ? നിർത്താം, ഏതാന്നു ഫുഡ് കഴിക്കാം. ഹോസ്റ്റലർ അങ്ങനെ ഉണ്ട് കണ്ടാവും, കണ്ടില്ല, കാണത്തില്ല. ജയറാമേട്ടനൊക്കെ വന്നായിരുന്നു വനിതാ. മേട്ടനോ? ഇതുവരെ ഏട്ടൻ ചേട്ടൻ പേട്ടനൊക്കെയല്ലോ, ഇപ്പൊ മേട്ടനുമായി ജയറാം മേട്ടൻ.